In the last class, we discussed what is a sick unit, the reasons for a unit becoming sick, and the remedies to revive that sick unit back to a healthy unit. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് ഫെമിലിയറൈസ് ചെയ്യാൻ പോകുന്നത് അക്കോർഡിംഗ് ടു ദ സിലബസ് ഗിവൻ ഫോർ ദ ഫോർത്ത് മൊഡ്യൂൾ. ഫോർത്ത് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, മാർജിൻ മണി സ്കീം, വെഞ്ചർ ക്യാപിറ്റൽ, ക്രൗഡ് ഫണ്ടിങ് ആൻഡ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സിലബസിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ടേംസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ഓൺടർപ്രണറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. We will start with bridge capital. You are already familiar with the term bridge capital. See, bridge capital is temporary funding that helps a business cover its cost until it can get permanent capital from equity investors or debt lenders. See, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ യു നീഡ് ഫണ്ട്സ് ടു സ്റ്റാർട്ട് ദാറ്റ് ബിസിനസ്. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. യു ഹാവ് അപ്ലൈഡ് ഫോർ എ ലോൺ. യുവർ ലോൺ ഗോട്ട് സാങ്ഷൻഡ്. ലോണിന് അവർ അപ്രൂവൽ തന്നു. ബട്ട് ആ സാങ്ഷൻ ചെയ്ത ഡേറ്റും ആ എമൗണ്ട് ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ വരുന്ന ഡേറ്റും രണ്ടും രണ്ടായിരിക്കും. ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ ദ ബാങ്ക് ടു കംപ്ലീറ്റ് ഓൾ ദി പേപ്പർ വർക്ക് ആൻഡ് റിലീസ് ദ ഫണ്ട്സ് ടു യു. അപ്പോൾ അത്രയും ടൈം പീരീഡ്, ഒരു 1 month ഗ്യാപ്പ് ആയിരിക്കാം, 2 months ഗ്യാപ്പ് ആയിരിക്കാം. അത്രയും ടൈമിൽ നമുക്ക് ബിസിനസ്സിനെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. വി ഹാവ് ടു മൂവ് ഹെഡ് വിത്ത് ആർ പ്ലാൻസ്. അപ്പോൾ ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് പോകാനായിട്ട് നമ്മളൊരു ഷോർട്ട് ടേം ലോൺ എടുക്കും. ആ ലോണിന്റെ പേരാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. അപ്പം നമ്മുടെ ആ മെയിൻ ആയിട്ടുള്ള ലോണ് എമൗണ്ട് തിരിച്ചു കിട്ടുമ്പോൾ ഈ ബ്രിഡ്ജ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ എടുത്ത ലോണിനെ നമ്മൾ പേ ഓഫ് ചെയ്ത് സെറ്റിൽ ചെയ്തിട്ട് പിന്നെ ആ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് കിട്ടിയത് വെച്ച് ബിസിനസ് റൺ ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. നെക്സ്റ്റ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ ക്യാപിറ്റൽ ദാറ്റ് യു നീഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, അല്ലേ? അതൊരു ബിസിനസ് ഐഡിയനെ ഡെവലപ്പ് ചെയ്യാനായിട്ടോ ഒരു ന്യൂ പ്രോഡക്റ്റിന്റെ ഒരു പ്രോട്ടോടൈപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ടോ വേണ്ടിയൊക്കെ നമുക്ക് ആവശ്യമുള്ള ഫണ്ടിനെ പറയുന്ന പേരാണ് സീഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് ഓൺലി ആ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ ഫണ്ട് നമുക്ക് തികയുകയുള്ളൂ. സീഡ് ക്യാപിറ്റലായിട്ട് കിട്ടുന്ന ഫണ്ട്സ് യു ക്യാൻ യൂസ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പർപ്പസ്. ഇനി സീഡ് ക്യാപിറ്റൽ കിട്ടി നമ്മുടെ ഒരു പ്രോട്ടോടൈപ്പ് പ്രിപ്പയർ ആയി നമ്മുടെ ഒരു ബിസിനസ് ഐഡിയ ഒരുവിധം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട് അപ്രോച്ചിങ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫോർ അഡീഷണൽ ഫണ്ട്സ്. അപ്പൊ ഈ ഒരു ടേം വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇൻ ഓർഡർ ഫോർ എ സ്മോൾ ബിസിനസ് ടു ഗ്രോ എ സീഡ് മസ്റ്റ് ഫസ്റ്റ് ബി പ്ലാന്റഡ്, അല്ലേ? എല്ലായിടത്തും ഒരു ഏർലി സ്റ്റേജ് ഫിനാൻസിങ് വേണം. ഒരു വിത്തിട്ടാലേ ചെടി വരത്തുള്ളൂ. അതുപോലെ ആ വിത്ത് ഇടുന്നതിനെയാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Next term is margin money scheme. You know, when you apply for a loan to buy a particular asset, the bank will not give you 100% of the funds. Bank ചിലപ്പോൾ അപ്രൂവ് ചെയ്യുന്നത് ഒരു 80% ഫണ്ട്സ് ആയിരിക്കും. ബാക്കി 20% you have to invest your own funds. ആ ഒരു 20% that you invest is known as the margin. So margin money scheme എന്ന് പറഞ്ഞാൽ the practice includes buying an asset where the buyer pays only a percentage of the asset's value and borrows the rest from the bank or borrower. മൊത്തം ഫണ്ട്സ് നമ്മളല്ല ഇടുന്നത്. മെജോറിറ്റി ഓഫ് ദ പോർഷൻ നമ്മൾ ലോൺ എടുത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനെയാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഇസ് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെയും അതേപോലെ ഓൺടർപ്രണേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്രൗഡ് ഫണ്ടിങ് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പൈസ ആവശ്യമുള്ള ഓൺടർപ്രണേഴ്സ് ദേ വിൽ പുട്ട് ദ ഐഡിയാസ് ഇൻ ദാറ്റ് വെബ്സൈറ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഐഡിയാസ് വിൽ ഡൊണേറ്റ് സം ഫണ്ട്സ്. ഒരു ചെറിയ എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. there will be certain rules and regulations which need to be observed by the entrepreneur. ഇനി അവർക്കിപ്പോ നമുക്കറിയാവുന്ന വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒക്കെ ആ ഒരു സർക്കിളിൽ നിന്നും പുറത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്നും കൂടെ ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ട് ക്രൗഡ് ഫണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ്.
ക്രൗഡ് ഫണ്ടിങ് സൈറ്റ്സിന് നമ്മൾ നമ്മുടെ റേസ് ചെയ്ത ഫണ്ടിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്ററിൻ്റെ ഫണ്ടെല്ലാം സൈറ്റ് തിരിച്ച് ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കും. ഇനി ക്രൗഡ് ഫണ്ടിങ് വഴി നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് നമ്മളൊരു റിവാർഡായിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫ്രീ സാമ്പിൾസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫണ്ട്സ് റേസ് ചെയ്യുന്നതെങ്കിൽ ഈ ഗെയിംസിൽ താല്പര്യമുള്ളവരായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്കെല്ലാം ആ ഗെയിമിന് ആദ്യം തന്നെ അവർ അയച്ചു കൊടുക്കും. ഗെയിം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഗെയിമേഴ്സിനായിരിക്കും അവർ അയച്ചു കൊടുക്കുന്നത്. അപ്പം അതാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ക്രൗഡ് ഫണ്ടിങ് പണ്ടൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഫേസ് ചെയ്യുവാണ്, അപ്പോൾ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ഫണ്ട്, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടു കഷ്ടപ്പെടുവാണ്, ബിലോ പോവർട്ടി ലൈനാണ്, അവർക്കൊരു വീട് വെച്ച് വയ്ക്കാനുള്ള പൈസ, അങ്ങനത്തെ ചാരിറ്റി പർപ്പസിന് വേണ്ടിയാണ് ക്രൗഡ് ഫണ്ടിങ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബിസിനസ് പർപ്പസസിന് ഇൻവെസ്റ്റേഴ്സിനെയും ഓൺട്രപ്രണേഴ്സിനെയും തമ്മിൽ കണ്ട് മുട്ടിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കൂടെ ക്രൗഡ് ഫണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആർ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രം വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം പൈസയുണ്ട്. ഒരു ഓൺട്രപ്രണറിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോടുകൂടി അവർ സ്മോൾ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അവർ പൈസ കൊടുക്കുന്നവരുമായിട്ട് അവർക്ക് യാതൊരു രീതിയിലും ഒരു ബന്ധവും കാണത്തില്ല. അവർ ജസ്റ്റ് ആ ഓൺട്രപ്രണറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, ഐഡിയ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബാക്കി ലെൻഡേഴ്സിനേക്കാൾ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ചും കൂടെ ഓൺട്രപ്രണറിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും. ഇവർ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റർ, സീഡ് ഇൻവെസ്റ്റർ, ഏഞ്ചൽ ഫണ്ടർ എന്നുള്ള പേരുകളിലും ഇവരെ അറിയപ്പെടുന്നുണ്ട്. Now they are people who have got excess funds and they are interested in investing it in something that is outside of the traditional investment opportunities. അതാണ് നമ്മുടെ ആ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം വഴി ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലുള്ള ഒരു ടേം നമുക്ക് നോക്കാനുള്ളത് വെഞ്ചർ ക്യാപിറ്റൽ എന്താണ് എന്നാണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ടൈപ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഓൾറെഡി ഫിനാൻഷ്യൽ സർവീസസ് പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലോങ് ടേം റിസ്ക് ക്യാപിറ്റലാണ് ടു ഫിനാൻസ് ഹൈ ടെക്നോളജി പ്രോജക്ട്സ് വിച്ച് ഇൻവോൾവ് റിസ്ക് ബട്ട് അറ്റ് ദ സെയിം ടൈം ഹാസ് സ്ട്രോങ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഹൈ ടെക്നോളജി പ്രോജക്ട്സ് വിച്ച് ഹാവ് ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈ ടെക്നോളജി പ്രോജക്ട്സിൽ ഹൈ റിസ്ക് ഇൻവോൾവ് ആണ്, ബട്ട് അതേസമയം അവർക്ക് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഫീച്ചേഴ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് വെഞ്ചർ ക്യാപിറ്റൽ നമുക്ക് 3 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആസ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, കൺവേർട്ടബിൾ ഡെപ്റ്റ് ഓർ ലോങ് ടേം ലോണായിട്ട് നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ എമൗണ്ട് കൊടുക്കാം. കൺവേർട്ടബിൾ ഡെപ്റ്റ് ആയിട്ട് കൊടുക്കാം, അതായത് നമ്മൾ ലോൺ എമൗണ്ട് ആയിട്ട് കൊടുത്തു പിന്നീട് നമുക്കതിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഡയറക്ട്ലി ഇക്വിറ്റി ഹോൾഡേഴ്സ് ആയിട്ടുള്ള രീതിയിൽ ഫണ്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഹൈ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ഗോട്ട് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അങ്ങനെയുള്ള പ്രോജക്ട്സിലാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഓൺലി ഫോർ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ഓർ ന്യൂ ടെക്നോളജീസ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഇൻ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കോ പ്രൊമോട്ടർ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. റിസ്കിലും റിവാർഡിലും ഒക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ബിസിനസിന്റെ മാനേജ്മെന്റിലൊക്കെ അവർ ഇടപെടും. അപ്പോൾ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് അല്ല, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ്. ഈ ബിസിനസ് നല്ല രീതിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ കമ്പനിയിലുള്ള അവരുടെ ഷെയർസ് അവർ കൂടിയ വിലയ്ക്ക് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സീഡ് ക്യാപിറ്റലോ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിലായി കഴിയുമ്പോൾ എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ ഒക്കെ ആവശ്യമുള്ള അഡീഷണൽ ക്യാപിറ്റൽ കൊടുക്കും. ബ്രിഡ്ജ് ഫിനാൻസിങ് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യും.
ഇക്വിറ്റി ഫിനാൻസിങ് ക്യാരി ഔട്ട് ചെയ്യും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആവശ്യമുള്ള ഫണ്ട്സ് കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ അക്വിസിഷനോ ബയോട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കും, സിക്കായി പോയെങ്കിൽ അതിനെ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ചെലവിനുള്ള പൈസ കൊടുക്കുന്നതായിരിക്കും. അത്രയാണ് ആക്ടിവിറ്റീസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. They participate in equity through direct purchase of shares. 49% ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് അവർ പർച്ചേസ് ചെയ്യും. 50 ആൻഡ് അബവ് ആയി കഴിഞ്ഞാൽ ഓണർഷിപ്പ് അവരുടെ കയ്യിലോട്ടാവും, മെജോറിറ്റി ഷെയർസ് അവരുടെ കയ്യിൽ വന്ന് അത് ഓണറിന്റെ കയ്യിൽ തന്നെ എപ്പോഴും ഇരിക്കും. When the project starts earning profit, the shares are sold either to the promoter under buyback agreement at agreed price or to the public in the secondary market at a profit. നമ്മുടെ പ്രോജക്റ്റ് ബിസിനസ് റൺ ചെയ്ത് സക്സസ്ഫുൾ ആകുമ്പോൾ ഒന്നുകിൽ ബിസിനസ്മാനിന് തന്നെ ബൈബാക്ക് എഗ്രിമെന്റിന് പ്രകാരം അവർ തിരിച്ച് ആ ഷെയർസ് കൊടുത്തിട്ട് ഹയർ റേറ്റ് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ അത് വിറ്റ് പ്രോഫിറ്റ് ആക്കുന്നതായിരിക്കും. കൺവെൻഷണൽ ലോൺ എന്ന് പറഞ്ഞാൽ ഒരു ലോവർ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. പ്രോജക്റ്റ് ഒന്ന് കമേഴ്ഷ്യലി ഓപ്പറേഷണലായി വരുന്നത് വരെ. അത് കഴിയുമ്പോഴത്തേക്കും നോർമൽ അല്ലെങ്കിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. ഈ ലോൺ ഒരു പ്രീഡിറ്റർമിൻഡ് ടൈം കഴിയുമ്പോഴത്തേക്കും റീപേ ചെയ്യേണ്ടതാണ്. ഇനി കണ്ടീഷണൽ ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണ്. ബട്ട് സെയിൽസ് നടക്കുന്ന അനുസരിച്ച് സെയിൽസിന്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് റോയൽറ്റി ആയിട്ട് പേ ചെയ്യണം. Loan has to be repaid according to a predetermined schedule as soon as the company is able to generate sales and income. ഇനി അവർ സെയിൽസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് നല്ല രീതിയിലാകുമ്പോഴത്തേക്കും ഈ ലോണ് തിരിച്ചടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഇൻകം നോട്ട്സ് ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കൺവെൻഷണൽ ആൻഡ് കണ്ടീഷണൽ ലോൺസ്. ബോത്ത് ഇൻട്രസ്റ്റ് ആൻഡ് റോയൽറ്റി ആർ പേബിൾ മച്ച് ലോവർ റേറ്റ്സ് ദാൻ ഇൻ കേസ് ഓഫ് കണ്ടീഷണൽ ലോൺസ്. അപ്പോൾ ഈ കൊടുത്ത ലോണിന് അവരൊരു ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൊടുക്കണം, സെയിൽസ് ചെയ്യുന്നതിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് റോയൽറ്റി ആയിട്ടും പേ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം 4 ടൈപ്പിലാണ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ മെത്തേഡ്സ് ഉള്ളത്. ദീസ് ആർ ദ ടേംസ് ദാറ്റ് വി ഹാവ് ഡിസ്കസിങ് ഇൻ ടുഡേയ്സ് ക്ലാസ്. നമ്മൾ നോക്കിയത് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി, സീഡ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി, മാർജിൻ മണി സ്കീം എന്താണെന്ന് നോക്കി, ക്രൗഡ് ഫണ്ടിങ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, ആക്ടിവിറ്റീസ്, മെത്തേഡ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കണം. ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്രൊമോട്ട് ഓൺട്രപ്രണർഷിപ്പ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.